ചാപ്റ്റർ 4 ഇതുവരെ പറയാതിരുന്നത്. അവൻ തിരിച്ചു വരുന്ന ദിവസം എനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു. അവൻ അങ്ങനെയാണ്. പോകുന്നതും വരുന്നതുമെല്ലാം അപ്രതീക്ഷിതമായിരിക്കും. ചായക്കടയിലെത്തിയപ്പോൾ അവൻ പഴയ കസേരയിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. അവനും ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും ചായ ഓർഡർ ചെയ്തു. ചായക്കടക്കാരന് ഇതൊരു പ്രത്യേക ദിവസമല്ല. എല്ലാ ദിവസവും എന്ന പോലെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എവിടെയായിരുന്നു? ഞാൻ ചോദിച്ചു. ശരീരത്തെ ഒരു യാത്രയ്ക്ക് വിട്ടതാ, അവൻ പറഞ്ഞു. എന്നിട്ടൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അതിലെല്ലാം ഉണ്ടായിരുന്നു. അവൻ അല്പം മാറിയിരിക്കുന്നു. മുഖത്തല്ല, വാക്കുകളിൽ. നിനക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അത് വിശ്വസിച്ചില്ല. എങ്കിലും ആ സംഭാഷണം അവിടെ നിലച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അമ്മ അടുക്കളയിൽ പച്ചക്കറി മുറിക്കുകയായിരുന്നു. എന്നെ നോക്കി അമ്മ പറഞ്ഞു. അവൾ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അമ്മ പറഞ്ഞു. സുഖമാണോ എന്ന് ചോദിച്ചു. ഒന്നും വ്യക്തമായി പറയുന്ന ശീലം അമ്മയ്ക്കില്ലല്ലോ. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ചു. സുഖമാണെന്ന് അമ്മ പറഞ്ഞു. അത് സത്യമായിരുന്നു. അമ്മ എന്നും വളരെ സന്തുഷ്ടയായിരുന്നു. രാത്രി അവളെ ഞാൻ വിളിച്ചു. ഇതാദ്യമായാണ് വിളിക്കുമ്പോൾ എനിക്കെന്തു പറയണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ടി വന്നത്. എന്താ? അവൾ ചോദിച്ചു. അമ്മ പറഞ്ഞു നീ വിളിച്ചെന്ന്, ഞാൻ പറഞ്ഞു. അതെ, അവൾ പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ മൗനം ഞങ്ങൾക്കിടയിൽ പുതിയതല്ലായിരുന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു. അത് കള്ളമല്ല. പറയാൻ വാക്കുകൾ ഇനിയും തയ്യാറായിട്ടില്ല. എനിക്കുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചില്ല. ഇനി എന്നും ഇങ്ങനെ തന്നെ തുടരാനാണോ ഉദ്ദേശം? അവൾ ചോദിച്ചു. അതൊരു ചോദ്യം പോലെ ആയിരുന്നില്ല, ഒരറിയിപ്പ് പോലെ ആയിരുന്നു. അറിയില്ല, ഞാൻ പറഞ്ഞു. ഈ അറിയില്ല ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അവൾക്ക് പിന്നീട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഫോൺ വെച്ചപ്പോൾ എനിക്ക് തോന്നി, ഞങ്ങൾ പറയാതെ മാറ്റിവെച്ചിരുന്ന സംഭാഷണം ഇനി മാറ്റിവെക്കാൻ പറ്റില്ല. അമ്മ ഉറങ്ങാൻ പോയി. വീട്ടിൽ ഒരു ശബ്ദവുമില്ല. പുറത്താരോ സൈക്കിൾ ഓടിക്കുന്ന ശബ്ദം കേൾക്കാം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് പത്രം മടക്കി വെച്ചേനെ. അമ്മ ഇതിനു മുമ്പേ ഉറങ്ങിയേനെ. ഞാൻ കിടക്കയിൽ കിടന്നു. എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. എന്തോ മനസ്സിലൊരു വലിയ ഭാരം വന്ന് നിറഞ്ഞതുപോലെ. അവളുടെ അവസാന ചോദ്യം ഉത്തരം കിട്ടാത്ത വലിയ ഒരു ചോദ്യചിഹ്നമായി എന്നെ തന്നെ നോക്കി അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. തുടരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.